ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാനൊന്ന് ഇരിക്കട്ടെ കേട്ടോ. സോ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ബേസിക്കലി എന്താ പറയുക, ബേബിക്കും എനിക്കും വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്നൊന്ന് ക്വിക്കായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ബേബി ഷോപ്പിംഗ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞങ്ങളൊരു 5 months തുടങ്ങിയിട്ട് ബേബി ഷോപ്പിംഗ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 9 months ആയി. show you my tummy. Look at this. So 5 months ഞാൻ പറഞ്ഞല്ലോ, 5 months തുടങ്ങി നമ്മൾ കുറച്ചായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് കാർ സീറ്റാണ്. അപ്പോൾ ഇനി ഒരു 2 days പേരൻസും കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് അവരെ പിക്ക് ചെയ്യാനായിട്ട് സിഡ്നി വരെ പോകണം. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവരെയും കൂട്ടി ഒരു കാർ സീറ്റ് ഷോപ്പിങ്ങിന് പോവാം എന്ന് വിചാരിച്ചു. അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അപ്പോൾ ഒന്ന് സിഡ്നിയൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് കണ്ടിട്ട് വരാം എന്നാണ് ഇപ്പോൾ ഓർത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഞാൻ ബേബിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത് എന്ന്. സോ ഫസ്റ്റ് തിങ്, ഞങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കൂടുതലും എന്താ പറയുക, നമുക്കുള്ള ഷോപ്പിങ്ങിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് ബേബി ഷോപ്പിംഗ്. അപ്പോൾ ഇവിടെ ബേബി ബണ്ടിങ് എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബേബി ഒരു ഷോപ്പുണ്ട്. അപ്പോൾ കൂടുതലും ഇപ്പോൾ അവിടേക്കാണ് നമ്മുടെ വിസിറ്റ് ഫുള്ള്. ഒരു സാറ്റർഡേ സൺഡേ ഫ്രീ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ അങ്ങോട്ടേക്കാണ് ഓടുന്നത്. അവിടെ കാരണം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഒരു പുതിയ ഒരു ന്യൂ ബോൺ ബേബി വരുമ്പം ആ ബേബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന പോലത്തെ ഒരു കടയാണ് ബേബി ബണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ തിങ്സ് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനിടയ്ക്ക് സിഡ്നിയിൽ പോയപ്പോഴും ഒക്കെ ആയിട്ട് പല പല സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എക്സ്പോ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പോയ്ക്ക് പോയപ്പം നമ്മൾ സ്ട്രോളറും പ്രാമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഫസ്റ്റ് ഗെറ്റ് ഇൻടു ദിസ്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ബേബി ബണ്ടിങ്ങിൽ നിന്നും ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു സാധനമാണ് ഇത്. സോ ഇത് ഫിലിപ്സിന്റെ ഒരു ബോട്ടിൽ സ്റ്റെറിലൈസർ ആൻഡ് ഡ്രയർ ആണ്. ഇതിനകത്ത് അങ്ങനെ ഒരു സ്റ്റെറിലൈസർ ആൻഡ് ഡ്രയർ വരുന്നുണ്ട്, ഒരു ബോട്ടിൽ വാർമർ വരുന്നുണ്ട്. സോ നമുക്ക് സെപ്പറേറ്റ് അത് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെയുള്ളത് നാച്ചുറൽ റെസ്പോൺസ് ബേബി ബോട്ടിൽ 125 ml 2 ബോട്ടിലും 260 ml 2 ബോട്ടിലും വരുന്നുണ്ട്. പിന്നെ ബോട്ടിൽ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും കാര്യങ്ങളും ഒക്കെ. പിന്നെ 6 monthsനുള്ള 2 സൂതേഴ്സ് ഉണ്ടല്ലോ, പാസിഫയർ എന്ന് പറയുന്നത്, ആ സാധനമുണ്ട്. പിന്നെ ഒരെണ്ണം 0 to 6 monthsനുള്ള സിംഗിൾ ഒരു സൂതറും കൂടി ഉണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പൊട്ടിക്കണോ? ഇപ്പോൾ പൊട്ടിക്കണ്ടല്ലോ, പിന്നീട് അൺപാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നമ്മളിപ്പോഴും ബേബിക്ക് ഒരു സെപ്പറേറ്റ് നഴ്സറി ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഇതൊരു 2 bedroom അപ്പാർട്ട്മെന്റ് ആണ്. സോ ഓഫ് കോഴ്സ് ഒരു ബെഡ്റൂമിൽ അമ്മയായിരിക്കും, അടുത്ത ബെഡ്റൂമിൽ ഞങ്ങളായിരിക്കും. അപ്പോൾ ബേബി നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും, ബാസനറ്റിലായിരിക്കും ഉള്ളത്. അപ്പോൾ ബേബിയുടെ സാധനങ്ങളെല്ലാം നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതൊക്കെ ഇനി പേരൻസും കൂടെ വന്നതിന് ശേഷം ഞാൻ അൺബോക്സ് ചെയ്ത് ബോട്ടിലൊക്കെ നമ്മളെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സോ ഇത് ഞാനിപ്പോൾ സൈഡിൽ വെക്കാം. പിന്നെ ഞാൻ 5 months തന്നെ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേബിക്ക് മാത്രമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ബേബിക്കും എനിക്കും ആവശ്യമായ തരത്തിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഒരുമിച്ച് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാക്കേജാണിത്. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് പൊട്ടിച്ചു, ബട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് തിങ്, മോം കോസിയുടെ വെറ്റ് വൈപ്പ് വാർമർ ആണിത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വിന്റർ സീസൺ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ് നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്.
പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ളത് ജൂൺ ആകുമ്പോഴത്തേക്ക് പ്രോപ്പർ വിന്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബേബി വൈപ്സ് ഇതിനകത്ത് ഈ ബോക്സിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു ചെറിയൊരു വോംത്ത് ഉണ്ടാവും. അപ്പോൾ കുട്ടിക്ക് അധികം തണുക്കാതെയൊക്കെ ആയിട്ട് ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ വെറ്റ് വൈപ്സ് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ചെറിയ വോംത്ത് ഉണ്ടാവും. അപ്പോൾ കുട്ടി ചെറുതല്ലേ, അതിന് തണുക്കാണ്ട് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു വോമറാണിത്. പിന്നെ ഉള്ളത് നെയ്സൽ ആസ്പിറേറ്റർ ബേബിക്ക്. ഓക്കെ, സോ ഇത് ഈ കുട്ടികൾക്ക് മൂക്ക് കടഞ്ഞു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഉള്ള ഒരു സാധനമാണ്. കണ്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൂക്കിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിന് അവരുടെ മൂക്കൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. സോ ഇത് ഒരെണ്ണം. പിന്നെയുള്ളത് ഹാക്കയുടെ ഒരു ഇലക്ട്രിക് നെയിൽ കെയർ സെറ്റ്. ഓക്കെ, ഇതിനകത്ത് കുറച്ചധികം സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് ബേബിക്ക് എന്ന് പറഞ്ഞാലും ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് അഡൽട്സിനും യൂസ് ചെയ്യാം, ഫോർ മം ആൻഡ് ഡാഡ് രണ്ടുപേർക്കും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നുണ്ട്. സോ കുഞ്ഞുങ്ങളുടെ നഖമൊക്കെ പെട്ടെന്ന് നീളും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ പഴയ രീതിയിൽ നെയിൽ കട്ടർ വെച്ച് യൂസ് ചെയ്ത് അവരുടെ കൈയൊക്കെ മുറിക്കാതെ, ചെറിയ കുട്ടികളല്ലേ അയ്യോടാ, അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് നെയിൽ കെയർ സെറ്റാണിത്. സോ ക്ലോസ് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാട്ടോ. ഇതൊരു മോംകോസിയുടെ തന്നെ എന്താ മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ് ആണ്. സോ ഇതിനകത്ത് 120 പീസസ് ഉണ്ട് ഇതിനകത്ത്. സോ നമുക്ക് ഇൻ കേസ് പോവാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സാധനത്തിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ടെമ്പറേച്ചർ സെൻസിങ് മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ് ആണ് ഇത് കേട്ടോ. സോ ഇത് ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാമോന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ കളർ ഇവിടെ ഈ സാധനത്തിൻ്റെ കളർ മാറും. സോ ഏത് ടെമ്പറേച്ചറിലാണുള്ളത് എന്നുള്ളതനുസരിച്ച് ഇതിൻ്റെ കളർ മാറും. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 120 ആണ് ഇതിനകത്തുള്ളത്. ഇതും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ബട്ട് ലെറ്റ്സ് സീ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത്രയും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ബോക്സ് അവിടെ പോട്ടെ. അടുത്തത് ഞാനൊന്ന് ഇരിക്കട്ടെ കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് കടയിൽ പോയിട്ട് രാവിലെ 9:30 ഞാൻ കടയിൽ പോയതാണ്. ചുമ്മാ എന്തൊക്കെയോ സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ബെഡ്ഷീറ്റ്സും ക്വിൽ കവറും ഒക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. പോയി എവിടേക്കോ പോയിട്ട് ഇപ്പോൾ സമയം 3:30 ഞാൻ 3 മണിക്ക് തിരിച്ചു വന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒത്തിരി നടന്നു കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ട് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഇതെന്തായാലും ഞാൻ കുറേ നാളായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് തന്നെ അങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഇനി അത് ഒത്തിരി ലാഗാക്കി വെക്കുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഐറ്റം ഇസ് നഴ്സിംഗ് പില്ലോ. സോ നഴ്സിംഗ് പില്ലോ ഇതിൻ്റെ യൂസ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ബേബീനെ ഫീഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പം ബോട്ടിൽ ഫീഡിങ്ങിനാണെങ്കിലും ഇപ്പം ഞാൻ ആർക്കാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് മാത്രമായിട്ട് ഉള്ള സാധനം എന്നല്ല. ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോഴാണെങ്കിലും ആര് കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് കുഞ്ഞിനെ ഇവിടെ കിടത്തുവാണെങ്കിൽ അതൊരു എക്സ്ട്രാ സപ്പോർട്ടാണല്ലോ. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും എക്സ്ട്രാ സപ്പോർട്ടാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നഴ്സിംഗ് പില്ലോയാണിത്. ഇത് മോസ്റ്റ്ലി ഇതെൻ്റെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ കൂടെ പോകുന്ന സാധനമാണ്. അതുകൊണ്ട് ഞാനിത് എന്താ പ്ലാസ്റ്റിക്കിൽ നിന്ന് എടുത്തിട്ടില്ല. ഇത് അങ്ങനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ബേബിക്ക് ഒരു മ്യൂസിക്കൽ മൊബൈൽ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. സോ ഇത് ശരിക്കും ബേബി കോട്ടിൽ അല്ലെങ്കിൽ ബാസിനെറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറേ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സ്റ്റിമുലേഷൻ ഫോർ യുവർ ബേബി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ചെറുപ്പത്തിലേ ഉള്ള ആ ഒരു സംഭവങ്ങളുണ്ടല്ലോ, സെൻസറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെവലപ്മെന്റിന് ആവശ്യമായ സെൻസറി കാര്യങ്ങളൊക്കെ, അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ മൊബൈലാണ്. സോ ഇത്
ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദേ ഇങ്ങനെ വരും, കണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇതും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല, കാരണം ബേബിയുടെ ബാസിനെറ്റ് ഇപ്പോഴും ബോക്സിനകത്ത് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ അത് ഇതുവരെ അൺബോക്സിങ് ചെയ്തിട്ടില്ല. സോ ഞാനത് കഴിഞ്ഞ വീക്കെൻഡിൽ ഹൊസാനയുടെ അടുത്ത് പറയായിരുന്നു നമുക്കത് അൺബോക്സ് ചെയ്തിട്ട് സൈഡിൽ വെക്കാം, ബെഡിന്റെ സൈഡിൽ വെക്കാം എന്ന് പറയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിപ്പോഴേ ചെയ്യണ്ട, അപ്പയും അമ്മയും വന്നു കഴിയുമ്പോൾ അവരും കൂടെ കൂടി നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം. അപ്പോൾ എഗെയിൻ അവർക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ തൊട്ടിലും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പോൾ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ സമയത്തൊക്കെ അവർക്കിതൊന്നും അത്ര ശീലമില്ലല്ലോ. അപ്പോൾ അവർക്കൊരു പുതിയ അനുഭവമായിരിക്കും, പുതിയ ഒരു ഇതായിരിക്കും എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. സോ ബേസിക്കലി ബാസിനെറ്റ്, പിന്നെ സ്ട്രോളർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ വന്നു കഴിയുമ്പോൾ അൺബോക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് അവരെയും കൂടെ കൂടി ഇൻവോൾവ് ആക്കി ചെയ്യാം എന്നോർത്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സോ നമ്മുടെ ബെഡ് സൈഡ് ബാസിനെറ്റ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് നമുക്ക് എന്തായാലും അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതും സ്റ്റിൽ ബോക്സിൽ തന്നെ ഇരിക്കുകയാണ്. നെക്സ്റ്റ് ഐറ്റം ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹൂഡഡ് പ്ലഷ് ടവൽ. കണ്ടോ എന്ത് രസമാണ് നോക്കിയേ. ഈ കുട്ടികളുടെ തിങ്സ് ഒക്കെ കാണാൻ എന്ത് രസമാണല്ലേ. ഇത് ആക്ച്വലി ഹൂഡഡ് ടവൽ ബേസിക്കലി നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് ബേബിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് തണുക്കാതിരിക്കാൻ ഉടനെ പുതപ്പിച്ച് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇത് ഈ ലാസ്റ്റ് വീക്കെൻഡാണ് ഞങ്ങൾ വാങ്ങിയത്. നല്ല രണ്ട് ചെവിയൊക്കെ ആയിട്ട് ഒരു മൊയില കുഞ്ഞിനെ പോലെ ഉണ്ട്, കണ്ടോ? ബണ്ണി. അപ്പോൾ ഒരു ബണ്ണിയുടെ ടൈപ്പുള്ള ഒരു ഹൂഡഡ് ടവലാണ്. സോ അതുകൊണ്ട് ഞാൻ ആക്ച്വലി കുഞ്ഞിലുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങി, അതായത് ക്ലോത്ത്സ് ഒക്കെ വാങ്ങി എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. കുറേയൊക്കെ സെറ്റ് ഞാൻ വാഷ് ചെയ്തു, നന്നായിട്ട് ഡ്രൈ ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സെറ്റും കൂടെ ചെയ്യാനുണ്ട്. അത് ഞാൻ നാളേക്ക് ആയിട്ട് പയ്യെ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് ഇതുവരെ റെഡി ആയിട്ടില്ല. ഹോസ്പിറ്റൽ ബാഗ് സത്യം പറഞ്ഞാൽ എന്താ, ഞാൻ കുറേ ആഴ്ചകളായിട്ട് അതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. കാര്യം എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു 30 വീക്സിലൊക്കെ നമ്മൾ ചുമ്മാ ബാഗ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്തിടുക, അറേഞ്ച് ചെയ്ത് വെക്കണം എന്നില്ല, അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതുപോലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് 37 വീക്സ് ആയി. എന്നിട്ടും നമ്മളൊരു കോൺഫിഡൻസിൽ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ വരില്ല ബേബി എന്നുള്ളൊരു കോൺഫിഡൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിവേ, അപ്പൊ അടുത്ത സാധനം ഇത് കണ്ടോ, ഏഞ്ചൽ കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബേബി ബാത്ത് സപ്പോർട്ടാണിത്. അപ്പൊ നമുക്ക് ഇതൊരു അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഇവിടെ ബാത്ത് ടബ് ഇല്ല. അപ്പൊ ബാത്ത് ടബ് ഇല്ലാത്തത് കൊണ്ട്, ബാത്ത് ടബ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു, കുഞ്ഞിനെയൊക്കെ കുളിപ്പിക്കാൻ കുറച്ച് എളുപ്പമായേനെ. പക്ഷെ ബാത്ത് ടബ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്പേസ് എന്നുള്ളൊരു സംഭവം വളരെ എന്താ പറയാ, വളരെ കുറവായതുകൊണ്ട് ഞങ്ങള് ഒരു ടബ് പോലത്തെ ഒരു സാധനം വാങ്ങി. കുട്ടികളെ കുളിപ്പിക്കുന്ന പോലത്തെ ഒരു ടബ് പോലെ ഇത് വാങ്ങി. അത് വാങ്ങിയതിന് ശേഷം അതിനകത്ത് ഇത് വെച്ചിട്ട് വേണം കുട്ടീനെ കുളിപ്പിക്കാൻ. അപ്പൊ കുട്ടി നമ്മളിവിടെ കിടത്തിയിട്ട് മറ്റേ ടബിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു ടവലൊക്കെ വിരിച്ച് അങ്ങനെയാണ് കുട്ടീനെ കുളിപ്പിക്കുക. അപ്പൊ ഇത് ബേസിക്കലി 6 മാസം വരെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 0 to 6 months ആണ് ഇത് പറയുന്നത്. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ വലിയ ടബില് ആക്ച്വലി കുളിപ്പിക്കാം എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിവേ, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ബേബിയാണ്. എനിക്ക് അങ്ങനെ പിള്ളേരെ നോക്കി യാതൊരുവിധ പരിചയവുമില്ല. എനിക്കറിയില്ല, ഞാനൊരു ലാസ്റ്റ് ഇയർ മെൽബണിലുള്ള കസിൻ ചേട്ടൻ്റെ മോനുണ്ടായപ്പോൾ എനിക്ക് അവനെ എടുക്കാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. എനിക്കിങ്ങനെ കുഞ്ഞു പിള്ളേർ ഭയങ്കര ഫ്രജൈലല്ലേ ഇവർ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പേടി എനിക്ക് കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട്. ഇനി വേണം എല്ലാം പഠിക്കാനായിട്ട്. സോ നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അതിൻ്റെ കൂടെ ഒരു ലേണിംഗ് കൂടെ ആയിരിക്കും, ആദ്യത്തെ കുട്ടിയായതുകൊണ്ട്. സോ എനിവേ, ഒത്തിരി കാര്യങ്ങൾ ഇനി പഠിക്കാൻ കിടക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽ കെയറിന്റെ ബാത്ത് സപ്പോർട്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് നല്ല റിവ്യൂസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര നല്ലതാണ് എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയും യൂസ് ചെയ്യാം,
കുട്ടി വളർന്നു കഴിയുമ്പോൾ ഇങ്ങനെയും യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. സോ ഇങ്ങനെയും വെച്ചിട്ട് 2 തരത്തിൽ നമുക്ക് വെച്ച് യൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വർക്ക്ഔട്ട് ആവുമോ എന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. പിന്നെ അടുത്തത് നമ്മൾ വാങ്ങിയത് ഒരു ബേബി കാരിയർ ആണ്. സോ ബേബി കാരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് നേരവും കുട്ടീനെ ഒന്നെങ്കിൽ ബാസിനെറ്റിൽ അല്ലെങ്കിൽ സ്ട്രോളറിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് അങ്ങനെ, കാരണം അതിൽ അവർക്ക് ഒരുപാട് നേരം ഈ സ്ട്രോളറിലും ബാസിനെറ്റിലും ഒന്നും കിടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബേബി കാരിയർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഞങ്ങൾ ലാസ്റ്റ് വീക്കെൻഡാണ് വാങ്ങിയത്. നല്ല പോർട്ടിയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബേബി കാരിയർ ആണിത്. ഞാനിത് ബോക്സ് ഒന്നും തുറന്നിട്ടില്ല. മെഷീൻ വാഷബിൾ ആണ്. ഇതെനിക്ക് തോന്നുന്നത് ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇതിന് പല പല വേർഷൻസ് ഉണ്ട്. അതായത് പല രീതിയിലും നമുക്കിത് ഇട്ടിട്ട് കുട്ടീനെ അതിനകത്ത് നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം, ഫ്രണ്ടിൽ ഹാങ് ചെയ്യുന്ന പോലെ അങ്ങനെ ഇടാം, അങ്ങനെ പല രീതിയിലും ഇടാവുന്ന പോലത്തെ ഒരു ബേബി കാരിയർ ആണ് കേട്ടോ. സോ ഇതിൽ 3.2 kilos to 16 kilo വെയിറ്റ് വരെ ഇത് ക്യാരി ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂ ബോൺ ടു 2 years വരേക്കും ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഹൊസാന എന്നോട് ചോദിക്കുന്നു, 2 വയസ്സ് വരെ ഇതിനകത്ത് തൂക്കിയിട്ടുണ്ട് നമ്മൾ നടക്കണോ? 2 വയസ്സാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ടറിയാം നമുക്ക്, ഞാനും പറഞ്ഞു അന്നേരം. സോ അങ്ങനെ ഒരു കാരിയർ ആണിത്. പിന്നെ ബേബി വൈപ്സ് കുറേ നമുക്ക് എത്ര യൂസ് ചെയ്താലും മതിയാവില്ലല്ലോ. സോ ബേബി വൈപ്സ് ഞാൻ ഇതും അല്ലാതെ വേറെ കുറേ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നാപ്പി, ബേബി നാപ്പീസ് എല്ലാം വാങ്ങി. അതൊക്കെ എല്ലാം റെഡി ആയിട്ടിരിക്കണം. അത് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാം അവിടെ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ നമുക്കുള്ളത് ഓക്കെ, ഇത് ഞാൻ കാണിക്കുന്നതിന് മുന്നേ ഇതിന്റെ മെയിൻ സാധനം കാണിക്കട്ടെ. സോ ഇത് നമ്മുടെ ടോമി ടിപ്പി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നാപ്പി കളക്ടർ ആണ് കേട്ടോ. സോ ഇതിനെക്കുറിച്ചും ഭയങ്കര നല്ല റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇത് നിങ്ങൾക്ക് കാണാവോ? സോ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ നാപ്പി ഇട്ട് ഇതിനകത്ത് യൂസ്ഡ് നാപ്പീസ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അത് തന്നെ ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പുറത്തോട്ട് സ്മെല്ല് വരില്ല എന്നുള്ളതാണ് ഇവരുടെ പറയുന്നത് കേട്ടോ. സോ ഇതിനെക്കുറിച്ച് ഭയങ്കര നല്ല റിവ്യൂസും ഭയങ്കര നല്ല ബ്രാൻഡാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും ഞാനെന്ത് പൊട്ടിച്ച് കാണിക്കണ്ടല്ലോ, ഇതൊക്കെ ഇനി നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ട്വിസ്റ്റ് ആൻഡ് ക്ലിക്ക്. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് ഇതിനകത്ത് എത്ര എണ്ണം വരെ പാക്ക് ചെയ്യുമെന്നാണ് പറയണേ. എനിക്കറിയില്ല എനിവേ, പക്ഷേ ഭയങ്കര റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ വാങ്ങാം എന്നോർത്ത് വാങ്ങിയതാണ്. സോ അത് പിന്നെ അതിൻ്റെ കൂടെ ഈ ടോമി ടിപ്പിയുടെ തന്നെ റീഫിൽ മെഗാ പാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. ഇതിനകത്ത് 6 പാക്കറ്റ്സ് ഇതുപോലെ 6 എണ്ണം റീഫിൽ. ഇതിനകത്ത് നമ്മൾ ഈ കവറുകൾ ഇടണമല്ലോ, അപ്പോൾ അതിനുള്ള 6 എണ്ണം വന്നിട്ടുണ്ട് ഇതിനകത്തുണ്ട്. സോ അതങ്ങനെ ഒരു സെറ്റായിട്ട് നമ്മൾ വാങ്ങിയതാണ്. മൂവിങ് ഓൺ ടു അവർ നാപ്പി കാഡി. സോ ഇത് ഞാൻ ബേബിയുടെ ചേഞ്ചിങ് സ്റ്റേഷൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഒരു നാപ്പി കാഡിയാണ്. സോ ചേഞ്ചിങ് സ്റ്റേഷനൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങി ഫിക്സ് ചെയ്ത് എല്ലാം നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസിക്കലി ബേബിയുടെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരിക്കും. ക്ലോത്ത്സും ഇതുപോലെ ഡയപ്പറും അതും ഇതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവും. സോ ഈ നാപ്പി കാഡിക്കകത്ത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് വെച്ചിരിക്കുന്നത് ഫ്രീഡ ബേബിയുടെ ഫ്ലേക്ക് ഫിക്സർ എന്ന് പറയുന്ന ഇത് ബേസിക്കലി ഒരു ഹെയർ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് അവർ ജനിച്ചു വരുന്നത് അവരുടെ തലയിലൊക്കെ ഇങ്ങനെ കുറേ ഫ്ലേക്സ് പോലെയൊക്കെ കാണുമല്ലോ.
ആ സാധനങ്ങൾ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണിത്. അപ്പം നമുക്കതിങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ എടുക്കാം, ചീവി എടുക്കാം. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴാണേലും നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ കേട്ടോ. സോ അതിനുള്ള 3 സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. 3 ബ്രഷ് പോലത്തെ സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്. സർക്കുലർ മോഷനിൽ ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ ബണ്ണി റാറ്റിൽ സെറ്റ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെൻസറി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നതാണ് കേട്ടോ. അതല്ലാണ്ട് ഇതത്ര അതും യൂസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. യൂസ്ഫുൾ അല്ല എന്നൊന്നും എന്തായാലും പറയാൻ പറ്റില്ല. കൊച്ചിൻ്റെ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. സോ അതുകൊണ്ട് ഇതൊരു റാറ്റിലിങ്ങനെ ചെറിയൊരു കിലുക്കമേ ഉള്ളൂ, ഒത്തിരി വലിയ സൗണ്ടൊന്നുമില്ല, നല്ല രസമായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് ബേബിയുടെ ഡെയിലി ലോഷനും വാഷ് ആൻഡ് ഷാംപൂ, ജെന്റൽ വാഷ് ആൻഡ് ഷാംപൂ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ സെറ്റാഫിലിൻ്റെ ബ്രാൻഡാണ് വാങ്ങിയിരിക്കുന്നത്. സെറ്റാഫിൽ പൊതുവേ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് ആ ബ്രാൻഡ് തന്നെ വാങ്ങി. സെറ്റാഫിൽ കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ അവീനോ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വെച്ച് ട്രൈ ചെയ്യാം ഫസ്റ്റ് എന്ന് വിചാരിച്ചു. ഇത് വെച്ച് ട്രൈ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ കണ്ടിന്യൂ വിത്ത് ദിസ്. ഇല്ലെങ്കിൽ ഐ ട്രൈ എ ഡിഫറെൻറ്റ് ബ്രാൻഡ് മേ ബി. സോ അതുണ്ട്. പിന്നെ ഇതും ബേബിയുടെ ബേബി ബാത്ത് ബ്രഷാണ്. ഇത് ഭയങ്കര രസമാട്ടോ. ഭയങ്കര അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് പയ്യെ തലയൊക്കെ വാഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പറഞ്ഞ പോലെ തലയൊക്കെ ഉറക്കണമെങ്കിൽ 2 വയസ്സ് ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പയ്യെ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമാണ് ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഒരെണ്ണം കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ കുറച്ച് വെറ്റ് പൈപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് കിട്ടിയപ്പോൾ ഉള്ള ഒരു ആക്രാന്തത്തിൽ ഭംഗിക്ക് വേണ്ടി അങ്ങനെ കയറ്റി വെച്ചതാട്ടോ. അടുത്തത് നാപ്പി ആൻഡ് ബാരിയർ ക്രീം. സോ ഇത് ബഞ്ചി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് നാപ്പി ആൻഡ് ബാരിയർ ക്രീം. സോ കുട്ടികൾക്ക് നാപ്പി യൂസ് ചെയ്യുമ്പോൾ അവർക്ക് റാഷസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്രീമാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു സൂഡോ ക്രീമും കൂടെ വാങ്ങിയിട്ടുണ്ട്. സൂഡോ ക്രീമിനെ കുറിച്ച് ഭയങ്കര അടിപൊളി റിവ്യൂസാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ ഞാൻ അതും കൂടെ വാങ്ങി. ഇനി ഇൻ കേസ് ഇത് വർക്ക് ആയില്ലെങ്കിൽ സൂഡോ ക്രീം എന്തായാലും വർക്ക് ആവുമെന്ന് എനിക്കറിയാം. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവരും എല്ലാവരും തന്നെ സൂഡോ ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്കും ഏത് രാജ്യത്തുള്ളവർക്കാണെങ്കിലും ഏത് ക്ലൈമറ്റിലുള്ളവർക്കാണെങ്കിലും അത് നല്ല എഫക്റ്റീവ് ആണെന്ന് ഞാൻ കേട്ടു. അപ്പം അതുകൊണ്ട് ഒരു സൂഡോ ക്രീം ഞാൻ വാങ്ങിയിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ. പിന്നെ ഇത് ഫിലിപ്സിൻ്റെ 0 to 6 months ഓർത്തോഡോണ്ടിക്. ഇത് പാസിഫയർ ആണ് കേട്ടോ. പാസിഫയർ ഒരു 2-3 എണ്ണം പല ബ്രാൻഡിൻ്റെ വാങ്ങിയിട്ടുണ്ട്. കുട്ടിക്ക് ഏതാ ഇഷ്ടപ്പെടുക എന്നറിയില്ലാത്തതുകൊണ്ട്. ഇത് ടോമി ടിപ്പിയുടെ ആണ്. ടോമി ടിപ്പിയുടെയും 0 to 6 months ആണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇത് സിലിക്കോൺ ആണ് ആൻഡ് ഗ്ലോസ് അറ്റ് നൈറ്റ്. ഇപ്പം രാത്രിയിലാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം ഇതിനകത്ത് ഗ്ലോ ഉണ്ട്. സോ ഓക്കെ. സോ അതുകൊണ്ട് അങ്ങനെ 2-3 എണ്ണം ഞാൻ പറഞ്ഞല്ലോ, 2-3 വെറൈറ്റി ബ്രാൻഡ്സിൻ്റെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതും സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ബേബി ഓയിൽ. ചുമ്മാ വിൻ്ററാണ് വരുന്നത്, അപ്പോൾ സ്കിന്നൊക്കെ കുറച്ച് നറിഷിങ് ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ബേബി ഓയിൽ. അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുന്നേ നന്നായിട്ട് അങ്ങനെ. ഓക്കെ. പിന്നെ ഇത് ഈ ബിപ്പിൽ നമുക്ക് വെക്കാനായിട്ട് ഉള്ളൊരു ഹോൾഡറാണ് കേട്ടോ. സോ ഇതിങ്ങനെ ഇത് ശരിക്കും യൂസ്ഫുൾ എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ വാക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ സ്ട്രോളറിൽ കുട്ടീനെ എടുത്തിട്ട് പോകുമ്പോൾ അന്നേരം നല്ലതായിരിക്കും ഒരു ഹോൾഡർ. പിന്നെ ഡോക്ടർ ബ്രൗണിൻ്റെ ആൻറ്റി കോളിക് ബോട്ടിൽ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബോട്ടിലിൽ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പം. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പല ബോട്ടിൽസ് വാങ്ങി വെക്കണം. കാരണം
കുട്ടിക്ക് ഏതാണ് സെറ്റ് ആവുക എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് പലതും നമ്മൾ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ഡോക്ടർ ബ്രൗണിൻ്റെ ഈ ആൻറ്റി കോളിക് ഗ്ലാസ് ബോട്ടിലാണിത്. അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ വിൽ കണ്ടിന്യൂ വിത്ത് ദിസ്. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ബ്രാൻഡ് വാങ്ങി ഓഫ്കോഴ്സ് ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ ബ്രാൻഡ് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഈ ആൻറ്റിക്കോളിക്കിൻ്റെ തന്നെ ഈ മുകളിലത്തെ നിപ്പിൾ ഭാഗം ഉണ്ടല്ലോ, ആ സാധനമാണിത്. ടീത്ത് ഷേപ്പ്. സോ ഇത് ന്യൂ ബോൺസിനുള്ളതാണ്, 0 monthsനുള്ളതാണ്. അപ്പോൾ അതും ഒരു ഇതിനകത്ത് 2 രണ്ടെണ്ണം വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങി. സോ അതൊക്കെയാണ് നമ്മുടെ നാപ്പി ബാഗിലുള്ളത്. നാപ്പി ക്യാഡി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നാപ്പി ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഈ വക സാധനങ്ങളൊക്കെയാണ് കൂടുതലും. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ എല്ലാവരും വന്ന് പേരൻസ് ഒക്കെ വന്നതിന് ശേഷം പയ്യെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നോർത്തിട്ട് അങ്ങനെ അതിൻ്റെ ഒരു മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. എനിവേ, സോ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം അല്ലേ. അത് കഴിഞ്ഞു. ഇനിയുള്ളതാണ് സോ ഇതെന്താന്ന് ചോദിച്ചാ, ഇത് ബേബി ജിം ഉണ്ടാവും. സോ ഇതെന്താന്ന് ചോദിച്ചാൽ, ബേബീനെ എപ്പോഴും നമ്മൾ ബാസിനറ്റിൽ കിടത്തുവോ ഒന്നും അല്ലല്ലോ. ഇപ്പോൾ റൂമിൽ നിന്നും ആളുറങ്ങാത്ത സമയങ്ങളിൽ നമ്മൾ ഈ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ ഇതിനകത്ത് വേണം കിടത്താൻ. ഇതൊരു ജിം, ബേസിക്കലി ഇവർ പറയുന്നത് ജിം, ബേബി ജിം എന്നാണ്. സോ എവറി സീസൺ ആക്ടിവിറ്റി ജിം. സോ ഇതിങ്ങനെ ഒരു റൗണ്ടിലായിട്ടുള്ള ഒരു സാധനം ഇപ്പോൾ ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഇത് കണ്ടോ. സോ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വരും. ഇതിനകത്തും കുറേ സെൻസറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫ്യൂ വീക്സ് ബേബി ഉണ്ടായി കഴിഞ്ഞ് 2nd month 3rd month ഒക്കെ ആകുമ്പോൾ നമ്മൾ ടമ്മി ടൈം ഒക്കെ ചെയ്യുമല്ലോ. ടമ്മി ടൈം ഒക്കെ ചെയ്യുമ്പോൾ ഇതിലായിരിക്കും നമ്മൾ കുട്ടീനെ കിടത്തുക. അപ്പോൾ ഇതിനകത്ത് കിടത്തി ആവശ്യത്തിനുള്ള ടമ്മി ടൈം കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ആൾക്ക് കുറേ കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇതിനകത്ത് മിറർ വരുന്നുണ്ട്. സോ മിറർ കുട്ടികൾക്ക് ഭയങ്കര നല്ലതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവരെ തന്നെ കാണുമ്പോഴും അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ, ഫുൾ ഡെവലപ്മെൻ്റ് ആണെല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് ഇങ്ങനെ കണ്ടോ, ഇതുപോലെ പല രീതിയിലും വലിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ. ഇരുന്ന് ഒരു 1 year വരെയൊക്കെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേബി പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിയത്. ഇനി എന്താ പറയുക, ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്. അതൊക്കെ പയ്യെ ചെയ്യണം. ഇതൊക്കെ പിന്നെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞാലും ബോക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺബോക്സിങ് ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ ടൈം എടുക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ബേബിയുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. ഇനിയും ഞാൻ ഓർഡർ ചെയ്ത ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത കുറേ സാധനങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ നാളെ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ പേരൻസ് വരുമ്പോൾ അമ്മ നാട്ടിൽ നിന്ന് കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മ വന്നതിന് ശേഷം അമ്മയുടെ കൂടെയുള്ളൊരു ഫുൾ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പറേഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, വണക്കം.